ഹലോ, ഇന്ന് ഒരു നല്ല സ്പെഷ്യൽ ദോശയുടെ റെസിപ്പി ആട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പെഷ്യൽ മസാല ദോശയുടെ റെസിപ്പി ആട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് ആദ്യം എടുക്കുന്ന റവയാണ് കേട്ടോ. 7 ടേബിൾ സ്പൂൺ റവ എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം കേട്ടോ. 3/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെച്ചാൽ മതി. 10 മിനിറ്റിന് ശേഷം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ ആട്ടപ്പൊടി എടുത്താലും മതി, ഇല്ലെങ്കിൽ മൈദ എടുത്താലും മതി കേട്ടോ. അതുപോലെ 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുക്കുക കേട്ടോ. പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ദോശമാവ് ഒരുപാടങ്ങ് ലൂസായും പോകരുത്, ഒരുപാടങ്ങ് തിക്കും ആവരുത്. ദോശ നമുക്ക് ചുട്ടെടുക്കൂലേ, അതേപോലെ ഇരിക്കണം കേട്ടോ ഇതിൻ്റെ ബാറ്റർ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ നോക്കുക. ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാം. അതുപോലെ ഇത് നമ്മൾ ഇനി വെക്കുമ്പോഴേക്കും ഇതിലോട്ട് ഒരു ടീസ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കാരണം ഞാൻ ചൂടാൻ നേരത്ത് നെയ്യൊന്നും ഒഴിക്കുന്നില്ല, ഈ ബാറ്ററിൽ ഒഴിക്കണ നെയ്യ് മാത്രമേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് അതവിടെ വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് റെഡിയാക്കണം. വെജിറ്റബിൾ മസാല ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് 2 ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഇട്ട് വേവിച്ചുകൊണ്ടാണ് കേട്ടോ അത് ക്യാരറ്റിൻ്റെയും പൊട്ടറ്റോൻ്റെ എല്ലാം കളർ ബീട്രൂട്ടിൻ്റെ ആയിപ്പോയി. അപ്പോൾ അത് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള എടുക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ മല്ലിയില, കറിവേപ്പില, ഇത്രയും സാധനങ്ങളെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മസാലപ്പൊടി മാത്രം കേട്ടോ. 1 ടീസ്പൂൺ നിറയെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് മസാലപ്പൊടിയാണ്, വേറെ ഒന്നുമില്ല. പെരിഞ്ചീരകം, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കുക. ദോശക്കല്ലിൽ വെച്ചിട്ട് ദോശ ഇങ്ങനെ ചുട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ദോശ നന്നായിട്ട് മുരിയണം എന്നുള്ളവർ നന്നായിട്ട് മുരിയിച്ചെടുക്കുക. അതെല്ലാം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതിയെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ നെയ്യ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇനി എക്സ്ട്രാ നെയ്യ് ഒഴിക്കുന്നില്ല, ഞാൻ ബാറ്ററിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനി അതിൻ്റെ നടുവിൽ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇൻസ്റ്റൻറ്റ് ദോശയാട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്